അങ്ങനെ ശ്രീതു എവിക്റ്റ് ആയിരിക്കുകയാണ്. എവിക്റ്റഡ് എന്ന് കണ്ടപ്പോൾ തന്നെ അർജുൻ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അർജുനും ശ്രീതുവും തമ്മിൽ നല്ല സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ. ജാസ്മിൻ എല്ലാം സേവ്ഡ് ആണ്. ജാസ്മിൻ, ജിൻഡോ, ഋഷി, അഭിഷേക്, അർജുൻ ഇത്രയും പേര് സേവ്ഡ് ആണ്. അതിൽ ശ്രീതു ആണ് എവിക്റ്റഡ് ആയിരിക്കുന്നത്. അർജുൻ ഇതൊട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. അർജുൻ പുറത്ത് മഴയത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവരും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിപ്പോയി ശ്രീതുവിനെ വന്ന് എല്ലാവരും കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. ശ്രീതു ഇത് പ്രതീക്ഷിച്ചിരുന്ന പോലെ ഇല്ല എന്നുള്ള രീതിയിലാണ് ശ്രീതു പെട്ടെന്ന് സങ്കടം വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രേക്ഷകരൊക്കെ മുന്നേ പറഞ്ഞിരുന്നത് ശ്രീതു ഇതിന് മുന്നേ ഔട്ടായി പോകേണ്ടതാണ്, ഇത്രയും ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രീതുവിൻ്റെ ലക്ക് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്കും തോന്നിയിട്ടില്ല ശ്രീതു ഒരു BB മെറ്റീരിയൽ ആണ് എന്ന്. പക്ഷെ നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു കുട്ടി തന്നെ തന്നെയായിരുന്നു, നല്ല സ്വഭാവമുള്ളൊരു കുട്ടി തന്നെയായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ജാസ്മിൻ സേവ്ഡ് ആയപ്പോൾ ജാസ്മിന് വളരെയധികം സന്തോഷമായി. ജാസ്മിൻ്റെ ഫേസിന് തന്നെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അതുപോലെ ജിൻഡോയും ഋഷിയും അഭിഷേകും തോളത്ത് കൈയൊക്കെ ഇട്ടിട്ട് ടോപ്പ് 5 എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ശ്രീതു പറയാണ് ബിഗ് ബോസ് ഞാൻ വെളിയിലേക്ക് വരാൻ റെഡിയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ടാറ്റ പറയുന്നുണ്ട്. അർജുനെ പോവാന്നൊക്കെ അർജുനോടും പറഞ്ഞ് ശ്രീതു ബിഗ് ബോസിന് വെളിയിലോട്ട് പോകുന്നുണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീതുവിന് പിന്നെയും വിഷമായിട്ടുണ്ട്. ഐ മിസ് യു ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീതു പോകുന്നുണ്ട്. ശ്രീതുവിന്റെ എവിക്ഷനോടുകൂടി ടോപ്പ് 5 ജാസ്മിൻ, ഋഷി, ജിൻഡോ, അഭിഷേക്, അർജുൻ ഇവർ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ ആർക്കാണ് ഇനി കപ്പ് കിട്ടുക എന്നുള്ളതാണ് BB പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഒരു കൂട്ടം പേര് ഒന്നടങ്കം പറയുന്ന പേര് ജിൻഡോയും മറ്റു ചിലർ പറയുന്നത് ജാസ്മിൻ എന്നാണ്. എന്നാൽ ഈ ഇടയ്ക്ക് ഉയർന്നു വന്ന പേരാണ് അർജുൻ്റേത്. അർജുനാണ് വിന്നർ ആകുക, ജിൻഡോ ജാസ്മിനൊക്കെ റണ്ണറപ്പ് ആവുകയുള്ളൂ എന്നാണ് പുതിയ കുറച്ച് വാർത്തകൾ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കപ്പ് കിട്ടാൻ ചാൻസ് കൂടുതൽ ജിൻഡോയ്ക്കാണ്. കാരണം ഒറ്റയ്ക്ക് കോംബോയൊന്നും പിടിക്കാതെ ഒറ്റയ്ക്ക് കളിച്ച് വന്ന ഒരാളാണ് ജിൻഡോ. അപ്പോൾ ജിൻഡോയ്ക്കാണ് കൂടുതൽ അർഹത. പക്ഷേ ആർക്കാണ് കപ്പ് കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഗെയിമിൻ്റെ വോട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ ലാസ്റ്റ് കപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ ജാസ്മിൻ്റെ കാര്യമാണെങ്കിലും ചെറിയൊരു കോംബോ പിടിച്ചെങ്കിലും നല്ല രീതിയിൽ ഗെയിം സ്പിരിറ്റും എല്ലാവരും വളഞ്ഞിട്ടുള്ള അക്രമം അതും ഇതും ഒക്കെ ഉണ്ടായിട്ടും അതിൽ നിന്നും പിടിച്ച് കയറിയിട്ട് വന്നിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയാണ് ജാസ്മിനും. അപ്പോൾ ജാസ്മിനും കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ള ആളാണ്. ഇപ്പോൾ ടോപ്പ് 5 വന്ന് നിൽക്കുന്ന എല്ലാവരും അതിന് അർഹരാണ്. അതിൽ ഏറ്റവും കൂടുതൽ പേര് കേൾക്കുന്നത് കപ്പ് നേടാൻ യോഗ്യതയുള്ളവരുടെ പേരിൽ വന്നേക്കുന്നത് ജിൻഡോ, ജാസ്മിൻ, അർജുനാണ്. അഭിഷേകിൻ്റെ ഋഷിയുടെ പേര് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അഭിഷേകൊക്കെ നല്ല രീതിയിൽ ഗെയിം സ്പിരിറ്റുള്ള ആളാണ്, ഗെയിമിലൊക്കെ പെട്ടെന്ന് കളിച്ച് വിന്നറാകുന്ന ഒരാളാണ്. പക്ഷെ അവിടെ 100 ദിവസം പിടിച്ചു നിന്നിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകൾ എന്ന് പറയുന്നത് ഋഷി, അർജുൻ, ജാസ്മിൻ, ജിൻഡോയാണ്. അപ്പം ഇതിൽ ജിൻഡോയൊക്കെ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് അവേ ഒറ്റയ്ക്ക് കളിച്ച് തന്നെ നിന്നതാണ്. സേഫർ സോൺ സൈഡ് നോക്കിയിട്ട് ജിൻഡോ ഒന്നും കളിച്ചിട്ടേ ഇല്ല. അപ്പം ഇതിൽ വിന്നറാകാൻ ചാൻസ് ഉള്ളത് ആരാണോ അവർക്ക് തന്നെ കപ്പ് കിട്ടട്ടെ. അപ്പോൾ ടോപ്പ് 5 വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റിനും ഓൾ ദ ബെസ്റ്റ്.